ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു സീരീസ് കൊണ്ട് വന്നിരിക്കുകയാണ്. തമിഴിൽ 2026 ഇറങ്ങിയ മുത്തു ഇങ്കിര കാട്ടാൻ, മുത്തു എലിയാസ് കാട്ടാൻ, ഇതാണ് നമ്മുടെ സീരീസ്. അതായത് ഇപ്പോൾ നിലവിൽ സീസൺ 1 10 എപ്പിസോഡ്, ഇതാണ് നിലവിൽ അവർ റിലീസ് ചെയ്തിരിക്കുന്ന ഇത്. നമ്മുടെ അതിൻ്റെ റിട്ടൺ ആൻഡ് ഡയറക്ഷൻ മണികണ്ഠൻ ആൻഡ് ബി അജിത് കുമാർ ആൻഡ് രാജ്കുമാർ, ഇവർ 3 പേരുമാണ്. അപ്പോൾ നമ്മുടെ വിജയ് സേതുപതിയാണ് മെയിൻ ആയിട്ടുള്ള ലീഡ് ക്യാരക്ടർ. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ കണ്ടുവരുന്ന സംഭവമാണ്. ഇപ്പോൾ ചില മലയാള സിനിമകളിൽ, മലയാളമാണെങ്കിലും ബാക്കി സ്റ്റോറി നടക്കുന്നത് തമിഴിലും, ഫുൾ ലാംഗ്വേജ് പ്യുവർ തമിഴായിരിക്കും. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ നമ്മൾ മലയാളീസിൻ്റെ റോൾ വരുമ്പോൾ അല്ലെങ്കിൽ മലയാളീസ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ തമിഴന്മാരാണ് മലയാളം സംസാരിക്കുക. അതായത് അറിയാത്തൊരു മലയാളം, നേരെ ഉച്ചാരണവും ഇല്ല, ഒന്നുമില്ല. അതായത് മലയാളികളുടെ മലയാള ഭാഷയെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. പക്ഷേ ഈ സിനിമ, അതായത് ഈ സീരീസ് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇതുവരെ കണ്ടതിൽ വെച്ച്. കാരണം ഇത് 50% തമിഴ്നാട്ടിൽ, 50% കേരളം, അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് എൻ്റെ ഒരു നിഗമനം. അതായത് നമ്മുടെ എറണാകുളം, കൊച്ചി മെയിനായിട്ട് എല്ലാ ഭാഗങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ അത് സ്ഥലങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇർഷാദ് അലി, പിന്നെ സുദേവ് നായർ, അതേപോലെ തന്നെ കുറച്ച് മലയാളം ആക്ടേഴ്സ് കൂടെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതായത് അവർക്കും പ്രത്യേക ഒരു അതേപോലെ തന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ നമ്മുടെ പാട്ട് പാടുന്ന വ്യക്തിയില്ലേ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, അയാളും ഇതിൽ നല്ലപോലെ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ മസ്റ്റ് വാച്ച് സീരീസാണ്. അതായത് ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് ഇത് വരുന്നത്. എനിക്ക് എന്താ സംശയം വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസിലൊരു മലയാളി ടച്ച് ഉണ്ട്. അപ്പം മലയാളീസ് ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിട്ടും സംശയമുണ്ട്. കാരണം പകുതി കേരളത്തിലും പകുതി തമിഴ്നാട്ടിലും നടക്കുന്ന അങ്ങനത്തെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറയുന്നില്ല, ഇതിന് വെറുതെ ഓരോ സസ്പെൻസ് കളയുന്നത്. അതേപോലെ തന്നെ അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണെക്കൂടെ, മലയാളം ആണെക്കൂടെ പ്യുവർ മലയാളം. അതിലൊരു അതിലൊരു നമ്മളെ ലേശം പറയാനില്ല. അത് പ്യുവർ സുദേവ് നായരാച്ച കൂടെ നമ്മുടെ ഇർഷാദ് അലി ആണെങ്കിൽ കൂടെ അവർ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്, അതും പ്രോപ്പർ മലയാളം. നിങ്ങൾ ഈ സീരീസ് മെയിനായിട്ട് കാണുക. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു മസ്റ്റ് വാച്ച് സീരീസാണ്. തുടക്കത്തിൽ തന്നെ അതായത് ഒരു പോലീസ് സ്റ്റേഷൻ മൂടാൻ പോകുന്നു, കേസൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർക്ക് കേസൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു ശരീരമില്ലാത്ത ഒരു തല കിട്ടുക. ബാക്കി ഞാൻ അതിൽ പറയുന്നില്ല, കാരണം നമ്മൾ സസ്പെൻസ് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള മൂഡ് പോലും. അപ്പോൾ ഇതാണ് തുടക്കം. പക്ഷെ അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും, ഈ പോലീസുകാർ ഈ കേസ് അന്വേഷിക്കുന്നതും, അതിൻ്റെ റൂട്ട് കണക്ട് ചെയ്ത് കേരളത്തിലെത്തി ഓരോ ആളുകളുടെ നിന്നും പഴയ സ്റ്റോറി കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് എൻഡിങ് വരുത്തുന്നതാണ് ഈ സീരീസ്. അത് വേറെ ലെവലിൽ ത്രില്ലിങ്. പക്ഷെ എന്നാലും എൻഡിങ്ങിൽ നമുക്കൊരു ഇത് വരും. അതായത് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ഡീപ്പായി പറയുന്നില്ല, നമുക്ക് പ്രോപ്പറായിട്ടൊരു ആ ഇൻവെസ്റ്റിഗേഷൻ്റെ കറക്റ്റ് ആവുന്നുണ്ട്. അതായത് റൈറ്ററോ ഡയറക്ഷനോ ക്യാമറയോ ഇതിൻ്റെ ഒരു പ്രശ്നമല്ല. നമുക്കൊരു ഫുൾഫിൽ വരില്ല, നമ്മൾ കറക്റ്റ് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ സീസൺ 2 കൊണ്ടുവരാനുള്ള പ്ലാനാണോ അതിനുള്ളതാണെന്ന് അറിയില്ല. കാരണം ഞാൻ എൻ്റെ റിസർച്ച് ചെയ്തപ്പോൾ സീസൺ 2 നിലവിൽ അവർ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞത്. പക്ഷേ സീസൺ 1 നമുക്ക് കറക്റ്റ് എല്ലാം അറിയും എന്തിനാണ് ഇതൊക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ആ തല അവിടെ എങ്ങനെ വന്നു, അത് ആരാ ചെയ്ത്, അതിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് നമുക്ക് പ്രോപ്പറായി കിട്ടുന്നില്ല. സോ നിങ്ങൾ എന്തായാലും സീരീസ് കാണുക, അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ സീരീസ് കണ്ട ആളുകളാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ അധികം വൈകാതെ കാണാം. ഓക്കെ, ബൈ ഗൈസ്.